ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിൻ്റെ ഒരു യൂണിറ്റ് ടെസ്റ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടി ഏത്? ചെമ്പരത്തി, താമര, തുമ്പ, തെച്ചി. ഔഷധികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു സസ്യം. തുളസി, നാവൽ, പുളി, വാഴ. തുളസിയാണ് ഒന്നാമത്തത്. തുമ്പയാണ്, വെള്ള നിറത്തിലാണ് തുമ്പ കാണുന്നത്. അടുത്തത് വള്ളിച്ചെടികളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏത്? കണിക്കൊന്ന, മുന്തിരി, പടവലം, കുരുമുളക്. അപ്പോൾ കുരുമുളകും പടവലം മുന്തിരിയൊക്കെ വള്ളിച്ചെടിയാണ്, കണിക്കൊന്നയാണ്. സസ്യങ്ങളെ കൊണ്ടുള്ള ഒരു പ്രയോജനം, ഒരുപാട് പ്രയോജനമുണ്ട്. ഔഷധികളായിട്ട്, മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ആഹാരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 12 വർഷത്തിൽ ഒരു മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യം നീലക്കുറിഞ്ഞിയാണ്. ചെടിയുടെ അടുക്കള എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗം ഇലയാണ്. ഇലകളിൽ വെച്ചാണ് ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഈ ചെടിയുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെളുത്ത നിറവും സുഗന്ധവുമുള്ള കൊച്ചു പൂവാണ് ഞാൻ. ആര്? തുമ്പ വെളുത്ത നിറവും ചെറിയൊരു പൂവാണ്. മരങ്ങളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏത്? വളരെ ഉയരത്തിൽ വളരുന്നു, വളരെ കാഠിന്യമുള്ള തണ്ടുകളാണ്, ആഴത്തിൽ വേരോട്ടമുള്ളവയാണ്, ദീർഘകാലം നിലനിൽക്കും, അതാണ് ഇതിൽ പെടാത്തത്. ജലത്തിൽ വളരുന്ന ഒരു സസ്യമാണ് താമര. മറ്റൊരെണ്ണം ആമ്പൽ എഴുതാം അല്ലേ. ഞാനാര്? ചെടിയുടെ പ്രധാന ഭാഗമാണ് ഞാൻ. എനിക്ക് കാണ്ഡം എന്ന് പേരുണ്ട്. അപ്പോൾ ആരാണ്? ആ ഒരു കാണ്ഡം, സ്റ്റെമ്മാണ് അല്ലേ, തണ്ട്. താഴെ കൊടുത്ത സസ്യത്തിൻ്റെ നടുന്ന ഭാഗം എഴുതുക. വാഴ. നമ്മൾ ഏത് ഭാഗമാണ് വാഴേണ്ടത് നടുന്നതെന്നാണ് എഴുതേണ്ടത്. സസ്യത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ വേര്. വേരിൻ്റെ ഒരു ധർമ്മം എഴുതുക. മണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വലിച്ചെടുക്കുന്നത് വേരാണ്, മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുന്നത് വേരാണ്. ഒരുപാട് കാര്യങ്ങൾ എഴുതാം. ഇലകളുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത്. നിറത്തിൽ വൈവിധ്യമുണ്ട്, ആകൃതിയിൽ വൈവിധ്യമുണ്ട്, മണത്തിൽ വൈവിധ്യമില്ല, വലുപ്പത്തിൽ വൈവിധ്യമുണ്ട്. മണത്തിലും വൈവിധ്യമുണ്ട് അല്ലേ. തുളസിൻ്റെ മണമാണോ ഒരു ആര്യവേപ്പിനോ അല്ലെ വേറൊരു പനിക്കൂർക്കൻ്റെ ഇലയ്ക്കോ എടുത്താൽ അല്ല. വിത്ത് മുളപ്പിക്കൽ പരീക്ഷണം ചെയ്തപ്പോൾ വിത്തിൽ നിന്നും ആദ്യം മുളച്ച് വന്ന ഭാഗം ഏത്? വിത്തിൽ നിന്നും ആദ്യം മുളച്ച് വരുന്ന ഭാഗം വേരാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു യൂണിറ്റ് ടെസ്റ്റ് പോലെ തന്നതാണ്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ.